ഹലോ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? പൊട്ടത്തരം പറയാതെ ക്ലാസ്സിൽ പോകാൻ നോക്കടേ. ഇല്ല, പൊട്ടത്തരമൊന്നല്ല അത്. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒറ്റമ്മനെ കണ്ടിട്ട് ട്യൂഷന് വന്നിട്ട് നീ എന്നെ തല്ലിയില്ലേ? അന്ന് ഞാൻ തലയിറങ്ങി വീണില്ലേ? ഡി കള്ളം പറയണം, ഞാൻ തല്ലിയ നിന്നെ? ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തിനും നിരത്തി തോറ്റതിന് പേടിപ്പിക്കാൻ തല്ലാൻ വടി ഓങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് നീ പേടിച്ച് തലയിറങ്ങി വീണത് എൻ്റെ കുഴപ്പമാണോ? അതിനിവിടെ പ്രസക്തി ഇല്ല മാൻ. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഞാൻ ക്ലാസ്സിൽ പോവില്ല. അപ്പു തീർത്ത് പറഞ്ഞു. അപൂർണ, നീ ക്ലാസ്സിൽ പോകുന്നോ അതോ ഞാൻ തല്ലി പറഞ്ഞയക്കണോ? ഈ കണ്ടോ സാറ്റർഡേ എന്നെ കൊണ്ട് പോവും. ഏത് നേരത്താവും ഇവനെയൊക്കെ കെട്ടാൻ തോന്നിയ. അപ്പു പെറുപുറത്തുകൊണ്ട് അകലേക്ക് കയറിപ്പോയി. മനുഷ്യനെ മനസ്സമ്മതത്തോട് വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. ഇതിനും ഭേദം അമ്മയായിരുന്നു. ഇനി ഞാൻ ക്ലാസ്സിൽ പോയി ഇൻ്റർനെറ്റിൽ എന്ത് എഴുതി വയ്ക്കുകയാണാവോ? ആ മിസ് എന്നെ ഫസ്റ്റ് ബെഞ്ചിലും പിടിച്ചെടുത്തു. അവൾ വേഗം കോളേജിൽ പോകാൻ റെഡിയായി വന്നു. നീലൻ ഉമ്മറത്ത് പേപ്പർ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ പോവാ, അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. നീലൻ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് അവളുടെ ബാഗിൽ വെച്ചു. ശേഷം അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. പോയി നന്നായി എക്സാം എഴുതുക. ആരതി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. അവൾ എക്സാമിൻ്റെ കാര്യം പറഞ്ഞല്ലേ? അപ്പോൾ അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവളെ കാത്ത ആദമ്മ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും പഠിക്കാത്ത കാരണം അപ്പുവിൻ്റെ വേഗം എക്സാം എഴുതി തീർന്നു. നീ വരുന്നില്ലേ അപ്പോൾ അടുത്ത ആഴ്ച അമ്മായിയുടെ വീട്ടിലിരുന്നതിന്? ആദമ്മ പറഞ്ഞു. ഞാനൊന്നുമില്ല, കുട്ടിപ്പിച്ചാച്ചുണ്ടാവും അവിടെ. അതിനെന്താ, നിൻ്റെ ചങ്കല്ല ഉണ്ണിപ്പെണ്ണ്. ചങ്കല്ല കരള്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാര്യം 6 വയസ്സുള്ളെങ്കിൽ എന്തൊരു സാധനം അത്. എന്നെ കണ്ടാ പിന്നെ പറയാൻ വേണ്ട. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? പിന്നെ അടിച്ചിട്ട് മാന്തിയിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക. അത് പിന്നെയും പോവട്ടെ എന്ന് വെക്കാം. അതിൻ്റെ ഉമ്മ വയ്ക്കലാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. മുഖം ചുളിച്ചുകൊണ്ട് പറയുന്ന അപ്പുവിനെ കണ്ട് ആരതി ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കൊക്കെ കവളിയിലുമ്മ, നിനക്ക് മാത്രം ചുണ്ടിൽ. നടക്കട്ടെ നടക്കട്ടെ. ആരതി അവളെ കളിയാക്കാൻ തുടങ്ങിയത് അപ്പു അവളെ നോക്കി പേടിപ്പിച്ചു. ആരതി, ഈ പാരച്ചൈലേഷനിലെ ഡെഫിനേഷൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ? നാളത്തെ എക്സാമിൻ്റെ ടെസ്റ്റുമായിട്ട് ഒരു കുട്ടി വന്നതോ അപ്പു ടേബിളിലേക്ക് തലവെച്ച് കിടന്നു. ആരതി ആ കുട്ടിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ട്. അപ്പു വെറുതെ കണ്ണടച്ച് കിടന്നു. ദ മൂൺ ഈസ് ബ്യൂട്ടിഫുൾ ഈസൻറ്റ് ഇറ്റ്? എൻ്റെ മീനിങ് എന്താ അതൊമ്മ? പെട്ടെന്ന് എന്താ ഓർത്ത പോലെ അപ്പു ചാടി എണീറ്റ് ചോദിച്ചു. മിസ് ക്ലാസ്സിലേക്ക് വന്നത് ഒരുമിച്ചാണ്. ക്ലാസ് നിശബ്ദമായത് എല്ലാവരും ഒരേപോലെ അപ്പുവിനെ നോക്കി. അപൂർണയ്ക്ക് വേറെ എന്തിൻ്റെയൊക്കെ മീനിങ് അറിയണം? മിസ് ചെറിയ ദേഷ്യത്തോടെ തന്നെയാണ് ചോദിച്ചത്. അവൾ മറുപടി പറയാതെ നിന്നു. അതുമയാണെങ്കിൽ എങ്ങനെയോ ചിരി അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അന്നത്തെ ക്ലാസ് മുഴുവൻ ശ്വാസം അടക്കി പിടിച്ചാണ് അപ്പു ഇരുന്നത്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മറത്ത് നീലൻ ചെടികൾ നിറച്ച് നിൽക്കുന്നുണ്ട്. അവളെ കണ്ടതും നീലം പുഞ്ചിരിയോടെ അരികിലേക്ക് വന്നു. ഇന്നത്തെ ഇൻ്റേണൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നോ കോക്കനട്ട് മാർക്കർ ഗോട്ട് ഇറ്റ് ആൻഡ് നോ സോയ് ഹോളോബ്രിഡ്സ് റൈറ്റിംഗ്. എന്തെന്ന് നീലം മനസ്സിലാവാതെ ചോദിച്ചു. പരീക്ഷയ്ക്ക് ഒരു തേങ്ങാക്കൊലയും കിട്ടിയില്ല, ഒരു മണ്ണാങ്കട്ടി എഴുതിയില്ലാന്ന്. അത് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി. എന്നത്തെയും പോലെ ബാഗ് ബെഡിലിട്ട് അടുക്കളയിലേക്ക് നടന്നു. അപൂർണ, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട. അല്ല വേണം, ഐസ്ക്രീം. വേറൊന്നുമില്ലല്ലോ? അവൾ ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. നീല, പിന്നിൽ നിന്ന് അവളുടെ വിളി കേട്ട് നീലം തിരിഞ്ഞപ്പോൾ ഒരു ഫ്ലെയിങ് കീസ് കൊടുത്തു. നീലം പുഞ്ചിരിയോടെ പുറത്തേക്ക് പോയി. നാളത്തെ പഠിക്കാനുള്ള കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാതമ്മ. ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. വൈകുന്നേരം വിളിച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞ് വെറുതെ ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് ആദമ്മയുടെ വിളി വന്നത്. ഇതൊന്നല്ലടി എൻ്റെ പൊട്ടി. നീ രാവിലെ ചോദിച്ചതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ദ മൂൺ ഈസ് ബ്യൂട്ടിഫുൾ ഈസ് ഇറ്റ് മീനിങ് ഐ ലവ് യു എന്നടി. നിന്നോട് ഇതാരാ പറഞ്ഞേ? ആരതി ആകാംക്ഷ ചോദിച്ചു. നീലൻ. ഓഹോ, അപ്പോൾ രണ്ടാളും കൂടെ അവിടെ ഒടുക്കത്തെ റൊമാൻസിലാണല്ലേ? നടക്കട്ടെ നടക്കട്ടെ. പിന്നെ എന്താ റൊമാൻസ്? അതിനാ ബുക്ക് ചെയ്യുന്ന തല കയറി തന്നെ നോക്കിയിട്ട് വേണ്ടേ? ഞാൻ വിശ്വസിച്ചു. എന്നാൽ ശരിയുടെ അമ്മ വിളിക്കുന്നുണ്ട്. ആരതി ഫോൺ വെച്ചു. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അപ്പുവിൻ്റെ മനസ്സ് സന്തോഷത്തെ ചുള്ളിച്ചാടുകയായിരുന്നു. പിന്നീട് നീലം വരുന്നതിന് വേണ്ടി ഒരു കാത്തിരിപ്പായിരുന്നു. 7 മണി കഴിഞ്ഞാണ് അവൻ വന്നത്. ഉമ്മറത്ത് അവൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക് വന്നു നിന്നു. നീലൻ അതിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിനോട് യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറി.
ഉമ്മറത്തെ വാതിൽ ചാരിയിട്ടിട്ടുണ്ട്. അവൻ വാതിൽ തുറന്നകത്തേക്ക് കയറി. കയ്യിൽ ഐസ്ക്രീം ഫ്രിഡ്ജിലേക്ക് വെച്ച് റൂമിലേക്ക് വന്നു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായതും നീലൻ ഫാൻ ഓൺ ചെയ്ത് വിയർപ്പ് നിറഞ്ഞ ഷർട്ട് അഴിച്ചിട്ട് ഫാനിൻ്റെ ചൂട്ടിൽ നിന്നു. കുളി കഴിഞ്ഞിറങ്ങിയ അപ്പോൾ നീലനെ കണ്ടതും ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. ഉമ്മറത്തെ വാതിൽ ശരിക്കും അടയ്ക്കാതെയാണോടി നീ നീരടം കയറിയത്? ഇവിടെ ആരും ഇല്ല എന്നുള്ള ബോധമല്ലേ നിനക്ക്? നീലൻ അവളെ തന്നെ ഇരുന്നടർത്തി മാറ്റിക്കൊണ്ട് ചീത്ത പറഞ്ഞു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അപ്പു വീണ്ടും അവനെ ഇറക്കി പുണർന്നു. നീ എന്താ പൂർണ്ണി കാണിക്കണേ? ഞാൻ എന്താ പറയണേ? നീ എന്താ ചെയ്യണേ? എനിക്ക് കിട്ടി നീല, അന്ന് നീ പറഞ്ഞതിൻ്റെ അർത്ഥം കിട്ടി. അപ്പോൾ അത്രയും സന്തോഷത്തിൽ പറഞ്ഞതും നീലൻ ഒരു നിമിഷം പതറിപ്പോയി. നീ ഞാൻ ഞാൻ എൻ്റെ മേല് മുഴുവൻ വേർപ്പാ. നീ ഇപ്പോൾ കുളിച്ചല്ലോ ഉള്ളോ? അവൻ അവളെ തന്നെ നടത്തി മാറ്റി വെപ്രാളത്തി ബാത്റൂമിലേക്ക് കയറി. ഒരു നിമിഷം നീലൻ തൻ്റെ നെഞ്ചിൽ കൈ വെച്ച് ചുമരി ചാരി നിന്നു. പക്ഷേ തൻ്റെ ഈ പേടിക്കും വെപ്രാളത്തിനുള്ള കാരണം നീലന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അപൂർണ ബുക്ക് നോക്കി ബെഡിലിരിക്കുന്നുണ്ട്. നിനക്കുള്ള ഐസ്ക്രീം ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞ നീലൻ ഡ്രസ്സ് മാറ്റി തൻ്റെ ബുക്കുമായി ഉമ്മറത്തേക്ക് നടന്നു. പിന്നീട് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഒരുമിച്ച് കണ്ടത്. ഭക്ഷണം കഴിക്കുന്ന നേരം നീലൻ്റെ ശ്രദ്ധ മുഴുവൻ ടി വിയിലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഒന്നും സംസാരിക്കാൻ പോയില്ല. അരുൺ വൈകുന്നേരം വിളിച്ചിരുന്നു. കിടക്കാൻ നേരം തങ്ങൾക്കിടയിൽ മൗനം ഇല്ലാതാക്കാൻ നീലൻ തന്നെ പറയാൻ തുടങ്ങി. തിരിഞ്ഞു കിടക്കുന്ന അപ്പു വെറുതെ മൂളി. അടുത്ത ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് വരാൻ പറഞ്ഞു. അയ്യോ വേണ്ട. അത് കേട്ടതും അപ്പു നീലന് നേരെ തിരിഞ്ഞു കിടന്നു. അതെന്താ? അവിടെ ചെന്ന് ആ പെണ്ണെന്നെ വെറുതെ തല്ലും പിച്ചും. പിന്നെ എൻ്റെ ചുണ്ടി അവൾ പാതി പറഞ്ഞു ഓർത്തു. എന്താ? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. അതുണ്ടല്ലോ, അവൾ എൻ്റെ ചുണ്ടിൽ വെറുതെ ഉമ്മ വയ്ക്കും. എൻ്റെ റോസ് ലിപ്സാണ് ഉമ്മ വയ്ക്കാൻ നല്ല രസമാണെന്ന് പറയും. എനിക്കത് ഇഷ്ടമല്ല. നീ പറയണ ആരെക്കുറിച്ചാ? നീലം ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അമ്മയുടെ മകൻ്റെ കുട്ടി ഉണ്ണിപ്പെണ്ണേന്നാ വിളിക്കുക. രണ്ടിലാ പഠിക്കണേ. അപ്പു പറഞ്ഞതും നീലൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ബെഡിലേക്ക് തന്നെ കിടന്നു. അടുത്ത നിമിഷം നീലൻ്റെ കണ്ണുകൾ പോയത് അവളുടെ ചുണ്ടിലേക്കാണ്. എന്താ നീല എങ്ങനെ നോക്കണേ? ഏയ്, ഞാൻ നോക്കുമായിരുന്നു. എന്ത്? അപ്പു ചോദിച്ചു. റോസ് ലിപ്സാണ്. അത് കേട്ടതും അപ്പു ചുണ്ടുള്ളിലേക്ക് മടക്കി പിടിച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി തിരിഞ്ഞു നടന്നു. അതെ, നീലൻ അവളുടെ കാതിലായി വിളിച്ചു. എന്തേ? ആ കുട്ടിയും മോയ്ക്കുന്നത് മാത്രമാണ് ഇഷ്ടമില്ലാത്തത്, അതോ? എനിക്ക് ഉറക്കം വരുന്നു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് തലവഴി പുതപ്പെട്ടു. ഒപ്പം നീലൻ്റെ ചിരി ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പോകണ്ട, നമുക്ക് നമ്മ മാത്രം മതി. നീലൻ അവളെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. നീല പറഞ്ഞു, എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എനിക്ക് ചൂടെടുക്കും. അപ്പോൾ ഈ പുതപ്പ് മാറ്റിയാൽ പോരെ? അത് പറയലും അവൻ പുതപ്പ് മാറ്റലും കഴിഞ്ഞിരുന്നു. അയ്യോ, അപ്പോൾ എനിക്ക് തണുക്കും. ഒരു തണുക്കലും ഇല്ല, ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നോളാം. അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എന്നെ ശരിക്കും ഇഷ്ടമാണ് നീല? അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ അമ്മയാണ് ഈ സത്യം. ഈ നീലൻ്റെ ജീവൻ്റെ പാതയാണ് എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഈ കുഞ്ഞിപ്പെണ്ണ്. അപ്പം നിനക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെയാണോ? എനിക്ക് ലോകത്ത് സ്വന്തം എന്ന് പറയാനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും എൻ്റെ പൊന്നല്ലാതെ വേറെ ആരുമില്ലേ? അപ്പം എൻ്റെ കുഞ്ഞിപ്പെണ്ണിനോടായിരിക്കില്ലേ ഈ നീലന് കൂടുതൽ ഇഷ്ടം? അവളുടെ ചുണ്ടിലും മോച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എൻ്റെ ചുണ്ടിലും മോക്കിന് എനിക്കിഷ്ടമില്ല. അവൾ ചുണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ഒരു ഉമ്മയാണ് കുഞ്ഞ്. ഉമ്മയായാലും പാപ്പയായാലും എനിക്കിഷ്ടമല്ല. അവൾ പറയുന്നത് കേട്ട് നീലം കരയണം ചിരിക്കണമെന്ന ഭാവത്തേക്ക് ഇടുന്നു. നീല നീല കുറച്ച് കഴിഞ്ഞ് അവൻ്റെ കണ്ണുകൾ ഉറക്കത്താൽ അടഞ്ഞു പോകാൻ തുടങ്ങിയത്. അപ്പു അവനെ തട്ടി വിളിച്ചു. എന്താ പൂർണ്ണ? ഒരു സംശയം. എന്താ? ഞാൻ വൈകുന്നേരം നിന്നെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ നീ എന്തിനാ ചാട കാണിച്ചേ? അത് ചാടിയൊന്നല്ല. പിന്നെ അതുണ്ടല്ലോ,
എനിക്കുണ്ടല്ലോ നാണം വന്നിട്ടാ. നീലം പറഞ്ഞത് അപ്പു ചിരിക്കാൻ തുടർന്നു. മതി ചിരിച്ച് കിടന്നുറങ്ങാൻ നോക്കപ്പൂർണ. ഓംബ്ര അത് പറഞ്ഞ് അവൾ കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ തുടങ്ങി. അവളെ ചേർത്ത് പിടിച്ച നീലനും. പിറ്റേ ദിവസം രാവിലെ ആദ്യം എണീറ്റത് അപ്പുവാണ്. അവൾ നീലൻ്റെ നെഞ്ചോട് ചേർന്നാണ് കിടന്നുറങ്ങിയത്. അവൾ കുറച്ചു നേരം നീലനെ തന്നെ നോക്കിക്കിടന്നു. എന്ത് രസമാണ് നീല നിന്നെ കാണാൻ. എനിക്ക് എന്തോരം ഇഷ്ടം തോന്നുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീലം കണ്ണു പറഞ്ഞു. എനിക്ക് നിന്നോട് എന്തോരം ഇഷ്ടം തോന്നുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? കടിച്ച് തിന്നോട്ടടി കുഞ്ഞിപ്പെണ്ണിനെ. നീലം പുഞ്ചിരോട് ചോദിച്ചതും അവൾ അന്തം വിട്ട് വേണ്ടാന്ന് തലയാട്ടി. എന്നെ കണ്ണു മുഴിച്ച് കിടക്കാതെ എഴുന്നേറ്റ് പോയി റെഡിയാവാൻ നോക്ക്, ക്ലാസ്സിൽ പോകണ്ടേ. അത് പറഞ്ഞ് അവളുടെ കവളിൽ ഉമ്മ വെച്ച് അവൻ എണീറ്റ് തോർത്തെടുത്ത് കുളിക്കാൻ കയറി. അവൾ നിനക്ക് ഇത്രയും ഇഷ്ടമായിരുന്നു കാർത്തി? നീലൻ സ്വയം ഒന്ന് ചോദിച്ചു. എൻ്റെ ജീവനല്ലേ അവളില്ലാതെ ഇനി താനില്ലല്ലോ. അത്രത്തോളം എൻ്റെ ആത്മാവിൽ പോലും അലിഞ്ഞു ചേർന്നവളല്ലേ അവള്. അവൻ തന്നെ സ്വയം ഉത്തരം കണ്ടെത്തിയിരുന്നു. നീലം കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അപ്പൂപ്പ ഡ്രസ്റ്റ് ചാരി അതേ ഇരിപ്പ് തന്നെയാണ്. ഇന്നെന്താണോ ക്ലാസ്സിൽ പോവാതിരിക്കാനുള്ള പുതിയ അടവ്? നീലം കയ്യിലെ തോർത്ത് സ്റ്റാൻഡ് വിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ആ ബ്ലൂടൂത്ത് ഫോമിയാണ് നീല. ഓഹോ, അതെന്താണോ ഇനി? അത് വലിയൊരു അസുഖമാണ്. അത് കേട്ടത് നീലൻ്റെ മുഖം പതിയെ മാറാൻ തുടങ്ങിയിരുന്നു. എന്താ സുഖം? അത്രയും നേരം മുഖത്ത് പുഞ്ചിരി നിറഞ്ഞ നീലൻ്റെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. അവൻ അപ്പൂൻ്റെ അരികിൽ ഗൗരവത്തിൽ വന്നിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്